ചേർത്തല സാഹിതിയുടെ വാർഷികവും ബാലസാഹിത്യ പുരസ്കാര സമർപ്പണവും ഈ മാസം 28-ന് നടക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സാഹിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച പകൽ 2 മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനം പ്രമുഖ സാഹിത്യകാരൻ ബി ജോസുകുട്ടി ഉദ്ഘാടനം ചെയ്യും. സാഹിതി പ്രസിഡന്റ് MD വിശ്വംഭരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഈ വർഷത്തെ സാഹിതി ബാലസാഹിത്യ അവാർഡ് ജേതാവ് സുരേന്ദ്രൻ എഴുപുന്നയ്ക്ക് CK ചിത്രാദേവി പുരസ്കാരം സമർപ്പിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. 13ാം വാർഷികത്തിൽ വിപുലമായ ഒരു കൃതികൾ ക്ഷണിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് എഴുപുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്ന അറിയപ്പെടുന്നൊരു ബാലസാഹിത്യകാരനാണ്. അധ്യാപകനും പത്രപ്രവർത്തകനും ബാലസാഹിത്യകാരനുമായ എഴുപുന്ന സുരേന്ദ്രനാണ് ഇത്തവണ നമ്മൾ പുരസ്കാരം കൊടുക്കുന്നത്. അതിനോടനുബന്ധിച്ച് അന്നൊരു പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട്. ശ്രീ ദാസപ്പൻ ചെമ്പകശ്ശേരിയുടെ തലമ എന്നൊരു കഥാസമാഹാരത്തിൻ്റെ പ്രകാശനവും നടക്കുകയാണ്. തുടർന്ന് പതിവ് പോലെ കഥ, കവിത, ഗാനങ്ങൾ, ഗാനാലാപനങ്ങൾ പരിപാടികൾ നടക്കുകയും ഒപ്പം വേദിയിൽ സ്ഥിരമായിട്ട് പ്രത്യക്ഷപ്പെടാറുള്ള പ്രമുഖരായ കുറച്ച് കലാകാരന്മാരെ നമ്മളവിടെ ആദരിക്കുന്നുണ്ട്. ചേർത്തല പ്രദേശത്തെ പ്രമുഖ സാഹിത്യ പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇതിനോടൊപ്പം ദാസപ്പൻ ചെമ്പകശ്ശേരിയുടെ കാവ്യസമാഹരണത്തെക്കുറിച്ചുള്ള സാഹിത്യ ചർച്ചയും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. ചേർത്തല സാഹിതിയുടെ 13ാമത് വാർഷികത്തോടനുബന്ധിച്ച് ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആലപ്പുഴയിലെ പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ സാഹിത്യകാരൻ ബി ജോസുകുട്ടിയാണ്. അത് അധ്യക്ഷത വഹിക്കുന്നത് MD വിശ്വംഭരൻ സാഹിതിയുടെ പ്രസിഡൻ്റാണ്. അതേ സമ്മേളനത്തിൽ തന്നെ നമ്മൾ സാഹിതിയുടെ ബാലസാഹിത്യ അവാർഡ് നൽകുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സാഹിതി പ്രസിഡന്റ് MD വിശ്വംഭരൻ, ഭാരവാഹികളായ TV ഹരികുമാർ, അശോകൻ ചേർത്തല, ഗീത ഉണ്ണികൃഷ്ണൻ, വിജയൻ എരമലൂർ, ദാസപ്പൻ ചെമ്പകശ്ശേരി എന്നിവർ പങ്കെടുത്തു.